നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അനിമോളെ കുറിച്ച് ആർക്കെങ്കിലും അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നർ. എങ്ങനെ വിന്നർ, ദ ലേഡി വിന്നർ, മനസ്സിലായോ? അനുമോൾ. ഈ അനുമോളെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ചു കാലമായി. അന്ന് ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ഒന്നോ രണ്ടോ വീഡിയോ ഇട്ട് നമ്മൾ നിർത്തി. കാരണം ബിഗ് ബോസ് കഴിഞ്ഞു, അവരുടെ പാടായി. എല്ലാ ചെറിയ ചെറിയ കേസിനും പണ്ടൊക്കെ നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്താലും നമ്മൾ അതിനെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പൊ അതൊക്കെ നിർത്തി. ശരി, അവരായിട്ട് അവരെ പാടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ പലരും ഞാൻ കണ്ടു. പലതും കുശുമ്പ് അസൂയൊക്കെ മൂത്ത് പലതും വിളിച്ചു പറയുന്നത് കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പ്രേക്ഷകർ എത്രത്തോളം അനുമോളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ എന്നെക്കാളും വലുതായിട്ട് മറ്റാർക്കും അറിയാൻ പാടില്ലായിരിക്കും. കാരണം അമ്മാതിരിയാണ് എനിക്ക് വന്ന ആ മെസ്സേജസ്, എന്നെ വിളിച്ച കോളുകൾ. എനിക്ക് വീഡിയോ പോലും ഇടാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം പിന്നീട് എന്താണ് മെസ്സേജസ് വന്നത്. വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഒരു സീസണിലും സംഭവിക്കാത്തത്ര. അപ്പം എത്രത്തോളം ആൾക്കാർ അല്ലെങ്കിൽ അമ്മമാരായിക്കോട്ടെ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പേര് അവർക്ക് അവിടെ നിന്ന് വോട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം എത്രത്തോളം ജനങ്ങൾ ഈ പറയുന്ന അനുമോളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അവള് ജയിക്കണമെന്ന് ആഗ്രഹിച്ചവരെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ അങ്ങനെ ഞാൻ ഈ കുറച്ച് വീഡിയോ ഒക്കെ പലതും ഇട്ട് നമ്മുടെ റനാസിനെ പറയാൻ, അയ്യോ റനാസിനേക്ക് പിന്നെ കുശുമ്പേ ഇല്ല, കുശുമ്പെന്ന് പറയണതേ ഇല്ല. ചക്കയെന്ന് ചോദിക്കുമ്പോൾ ചുക്കെന്ന് പറയുന്ന റനാസിന വാക്കുകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന അനുമോളുടെ അടുത്ത് കുശുമ്പുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്ര അങ്ങനെയാണ് റനാസുന, മനസ്സിലായോ? അത് പിന്നെ പാഴ്, വേസ്റ്റ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് തേങ്ങ പറയുന്നു, എന്ത് കാണിക്കുന്നു എന്നൊന്നും അറിയാത്ത നാണം കെട്ടി ജീവിക്കുന്ന ഒരു സാധനം. അതിനെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അത് അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ അടുത്ത നമ്മുടെ റണ്ണറപ്പായ നമ്മളെ അനീഷ് പണ്ടേ ഒരു വിരോധിയാണ്. ആര് വിരോധി? സ്ത്രീ വിരോധിയാണ്. പക്ഷെ ആ സ്ത്രീ വിരോധം ഇപ്പോഴും പോയില്ല. ഡേ അനീഷേ, എനിക്ക് ഇപ്പോഴും സ്ത്രീ വിരോധം പോയില്ലേ ഡേ? ഇവിടെ പറയാൻ കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറി ഇന്നലെ എനിക്ക് പലവരും, ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന അനുമോളുടെ എന്ത് സംഭവം വന്നാലും എനിക്ക് പലരും അയച്ചു വരുന്നുണ്ട്. ചേട്ടാ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പിന്നെ അത് ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ അനുമോൾക്ക് ഡീൽ ചെയ്യുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ അവോയ്ഡ് ചെയ്ത് വിടുകയും ചെയ്യുന്നത്. ഇന്നലെ എനിക്ക് ഈ സ്റ്റോറി പലരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു. അനീഷ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എന്തർത്ഥത്തിലാണ് എന്നൊക്കെ പറഞ്ഞ സ്റ്റോറി ഞാൻ പോട്ടെ. അനുമോളുടെ ആ ഒരു റിപ്ലൈ, അനുമോള് മാസ്, അനുമോള് ഫയറായിട്ട് 1-2 റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ ഈ പറയുന്ന അനീഷും കൊടുത്തു. അപ്പോഴെന്തായാലും ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത് കളയാം എന്ന് കരുതി. ഇനി എന്താണ് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം മുമ്പ് അനീഷ് ഇട്ട ഒരു സ്റ്റോറിയിൽ നിന്നാണ് സംഭവം. ഈ സ്റ്റോറി സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് പല സ്റ്റോറികളും ഉണ്ട്. അത് പറയാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ പറയുന്നില്ല. ഇതുപോലെ ഒരു കുശുമ്പും അസൂയയും ഞാൻ പറയാം കേട്ടോ. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഇപ്പൊ അവൻ ഇട്ടുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: പുരസ്കാരങ്ങൾ കിട്ടും. അതായത് ഈ പറയുന്ന മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അവനൊരു പുരസ്കാരം കൊടുക്കുന്നു. അത് കൊടുത്തത് ഈ ആരാണ്? അനുമോളും പ്രിയങ്കയുമാണ് കൊടുത്തത്. അതിനെ കുറിച്ചുള്ള പോസ്റ്റാണ് ഈ അനീഷ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, പോസ്റ്റ് വായിക്കാം. പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. പിന്നെ അല്ലാതെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിന്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. വെരി ഗുഡ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വലിയ അവാർഡായിരിക്കും. ഓക്കെ, ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും പിന്നെ ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ്. അങ്ങനെ ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് എന്നാ പറയുന്നത്. അനീഷ്, നീ മറന്നോയടെ, നിന്നെ തോപ്പിച്ചെന്നോടെ. നീ 8 നില പൊട്ടിയില്ലേ? അതായത് നിന്റെ കൂട്ടത്ത് നിന്നെ ഇങ്ങനെ അറിയുന്ന ആൾക്കാർ ബിഗ് ബോസ്, അല്ലാതെ ഒരു പട്ടികൾക്ക് നിന്നെ അറിഞ്ഞൂടായിരുന്നു. നിന്നെ പക്ഷെ അറിയാവുള്ളത് ബിഗ് ബോസ് വഴിയുണ്ട്. ആ ബിഗ് ബോസ് നിന്നെ 8 നിലയിൽ പൊട്ടിച്ച കക്ഷിയാണ്. മറന്നുപോയി അനീഷ്? അതോ അംഗീകരിക്കാൻ വലിയ മടിയാണോ? സ്ത്രീ വിരോധിയാണല്ലോ. ഒരു സ്ത്രീ ജയിച്ചത് കൊണ്ട് അംഗീകരിക്കാൻ വലിയ മടിയാണല്ലേ? നിങ്ങൾക്ക് തോന്നും. ഈ ഒരു പോസ്റ്റിൽ മാർക്കിയും കൂടി വായിച്ചിട്ട് ഞാൻ ബാക്കി പറയാമേ.
അതായത് ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന, അതായത് ഇപ്പൊ പണിയൊന്നുമില്ല, പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. മുതിർന്ന സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് മിന്നിത്തിളങ്ങുന്ന താരങ്ങളും തന്ന പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ്. ഈ പോസ്റ്റ് കാണുമ്പോൾ പലരും ചോദിക്കും, എന്താ പ്രശ്നം? ഇതിൽ പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഈ അനീഷിന്റെ ഉള്ളിൽ ഇരിക്കുന്ന അസൂയ, കുശുമ്പ്, സ്ത്രീവിരോധം, ഇതൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്. അതായത് താൻ അറിയപ്പെട്ടത് എങ്ങനെയാണ് അനീഷ്? നീ അറിയപ്പെട്ടത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം വഴി, അല്ലാതെ ഒരു പട്ടികൾക്ക് നിന്നെ അറിയില്ലായിരുന്നു. ആ പ്ലാറ്റ്ഫോമിൽ നിന്നെ 8 നിലയിൽ പൊട്ടിച്ച വ്യക്തിയാണ് അനുമോൾ. എങ്ങനെ പൊട്ടിച്ച വ്യക്തിയാണ് അനുമോൾ, മനസ്സിലായോ? അതും ലക്ഷങ്ങളുടെ വോട്ടിന്. അതൊന്ന് സമ്മതിക്കാൻ എന്താ അനീഷ് നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? നിനക്ക് എന്താ സമ്മതം? അതായത് എന്താണ്, പിന്നീട് ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന, പണ്ടെങ്ങോ ചെറിയ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ ഈ പറയുന്ന കോമഡി പ്രോഗ്രാമിൽ പങ്കെടുത്തത്, ഇപ്പൊ ഒരു പണിയും ഒന്നും ഇല്ലാതെ ഇങ്ങനെ തേരാപ്പരം നടക്കുന്ന അവളും കൂടി തന്ന അവാർഡ്. അതല്ലാതെ എന്നെ 8 നിലയെ പൊട്ടിച്ച അല്ലെങ്കിൽ ബിഗ് ബോസ് വിജയ് എന്ന് പറഞ്ഞാതിരുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് മറന്നുപോയതുകൊണ്ടെന്ന്. ഒന്നുമല്ല, കുശുമ്പ്, അസൂയ, പെണ്ണുങ്ങൾക്കാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ ഇവന് അതായത് എന്റെ സ്ത്രീവിരോധം ഇപ്പോഴും അംഗീകരിക്കാൻ മടി എന്നുള്ളതാണ്. ഇപ്പോഴും തന്റെ തോൽവി അംഗീകരിക്കാൻ മടി. എനിക്കായിരുന്നു കപ്പ് കിട്ടാനുള്ളത്, മനസ്സിലായോ? ജനങ്ങളെല്ലാം പറയുന്നു എനിക്കാണ് കപ്പെന്ന്. പക്ഷെ എന്തൊരോ തിരിമറിയാണെന്ന് അനുമോൾക്ക് കൊടുത്തതാണ് എന്ന് വിശ്വസിക്കുന്ന മണ്ടനായ അനീഷടെ ഉറക്കെ എണീര്. രാവിലെയായി, സ്വപ്നം കണ്ടതൊക്കെ മതി. നീ ലക്ഷങ്ങളുടെ വോട്ടിന് തോറ്റ് തൊപ്പിയിട്ട് ഇനി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ തേങ്ങ പറയാം, നീ തോറ്റ്. നീ ഒരു സ്ത്രീ വിരോധിയായിട്ട് പറയാം, നീ ഒരു സ്ത്രീയുടെ മുന്നിൽ തോറ്റു. ഇതായിരുന്നു ആ പോസ്റ്റ്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നല്ല അസൂയയുണ്ട്, നല്ല കുശുമുണ്ട്, നല്ല സ്ത്രീവിരുദ്ധതയുണ്ട്. താനാണ് ഇപ്പോഴും ജയിച്ചത് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു മരമണ്ട, മനസ്സിലായോ? അതാണ് അനീഷ്. ഇതിനെ അനുമോള് കൊടുത്ത റിപ്ലൈ, അമ്മയുടെ ഒന്നൊന്നര റിപ്ലൈ ആയിക്കോട്ടെ. അനുമോള് കൊടുത്ത റിപ്ലൈ നമുക്കൊന്ന് കേൾക്കാം. അതിന്റെ ആ റിപ്ലൈ കേൾക്കുമ്പോൾ അതിനകത്ത് വരുന്ന പാട്ട്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വരുന്ന പാട്ടാണ് ഹൈലൈറ്റ്. റിപ്ലൈ നമുക്ക് കേട്ടതിന് ശേഷം സംസാരിക്കാം. ഓക്കെ. വിജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥകളിൽ പിടിച്ചു നിൽക്കും. ആ ടൂണി അയക്കണം. മൂഞ്ചിടെ നീ മൂഞ്ചിപ്പോയെന്നാ പറഞ്ഞത്. അനീഷ നീ മൂഞ്ചി. അടുത്ത, ഒരാളുടെ മൂല്യം കുറച്ചെഴുതാം, പക്ഷെ ആളുകളുടെ സ്നേഹം കുറച്ചെഴുതാൻ ആരാലും കഴിയില്ല. അടുത്ത സ്റ്റോറി, നമ്മളെ ചെറുതാക്കി കാണിക്കാൻ ചിലർ ശ്രമിക്കും, പക്ഷെ സത്യമായ കഴിവ് ഒരാളുടെ വാക്കുകളിലല്ല, ആളുകളുടെ മനസ്സിലാണ് തെളിയുന്നത്. മനസ്സിലായോ? വാക്കുകളിലല്ല, മനസ്സിലാണ്. ഓക്കെ. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരെയും കഴിയില്ല. മനസ്സിലായ? 16 ലക്ഷം വോട്ടുകളാ കിട്ടിയത്. അടുത്ത, വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അനീഷ്, മനസ്സിലായോ? അടുത്തതിന് വിറ്റ്, എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ട്രോഫി, കാറ്, പ്രൈസ് മണി, അതിലും വലിയത് ജനങ്ങളുടെ സ്നേഹം. ഞാൻ എന്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 4 മാസമായി ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. PR കൊണ്ടല്ല, 16 ലക്ഷം ആൾക്കാരുടെ സ്നേഹമാണ് എന്നെ വിന്നറാക്കിയത്. ഓക്കെ. അടുത്ത്, പോയി പണി നോക്കണം. ഇതാണ് പൊളിച്ചത്. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്നിട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. അവസാനം ഇട്ട് കണ്ടേ, എടാ പരമചെറ്റേ എന്നാ പറഞ്ഞിരിക്കുന്നത്. നിന്റെ കൺമുന്നിൽ എങ്ങോട്ടെങ്കിലും പൊടി തന്നെ ഞാൻ തുപ്പും. അത് കഴിഞ്ഞ് മറ്റൊരു വാക്കുണ്ട്, തൂറി എറിയുന്നു. അതെന്തോ ഭാഗ്യത്തിനത് അവള് കട്ട് ചെയ്തിടും. എന്തിനിടെ ഇങ്ങനെ ഊക്ക് വാങ്ങിച്ച് നീ ചാവണത്? നീ എന്തിനിടെ ഇങ്ങനെ ഊക്ക് വാങ്ങുന്നത്? മനസ്സിലായ? നീ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കണം. ഇപ്പോഴും ഇവൻ പറഞ്ഞോണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PR മണ്ട 1.2 ലക്ഷം 16 ലക്ഷം വോട്ടാണ് കിട്ടിയത്. നിന്നേക്കാളും 3 ലക്ഷത്തിൽ പരം കൂടുതൽ വോട്ടാണ് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പൊ നീ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ തോറ്റ് തൊപ്പിയിട്ടു. അനീഷ മോനെ തൊപ്പിയിട്ടു. രണാസിനെ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അവിടെ പോയിരുന്ന് ഇങ്ങനെ പേനെടുത്ത് ഇങ്ങനെ കൊന്നോണ്ടിരുന്ന ആൾക്കാർ വോട്ട് തരത്തില്ല. അവസാനം ഇതുപോലെ ഗതികെട്ട ഒരു വെളിയിറക്കൽ
ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയതല്ലല്ലോ. അല്ല, എന്നെ ഇറക്കി വിട്ടതല്ലല്ലോ, ഞാൻ ഇറങ്ങിപ്പോയതല്ലേ. ഞാൻ എന്ത് കണ്ടന്റ് കൊടുത്തു? ഞാനൊരു കണ്ടന്റും കൊടുത്തില്ല. ഞാനൊരു തത്തമ്മയുടെ കണ്ടന്റും കൊടുത്തു. പിന്നെ ഓടി കിടന്ന് ഞാൻ പെയിൻ കൊണ്ടു. പെയിൻ എടുക്കും ഒന്ന് അവസാനം നിർവാഹമില്ലാതെ ലാലേട്ടൻ പറഞ്ഞു ഒന്ന് ഇറങ്ങിപ്പോയി തരുമോ എന്ന് ആര് പറഞ്ഞു? ലാലേട്ടൻ പറഞ്ഞു ഒന്ന് പോടേ തരി എന്ന്. സത്യം പറഞ്ഞ ഇതുപോലെ നാണം കെട്ട് ആരെയും ഇറക്കി വിട്ടിട്ടില്ല. കാരണം അവർക്ക് ബിഗ് ബോസിനകത്ത് ഏറ്റവും വലിയൊരു തെറ്റ്, ഈ ഇത്രയും ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തെറ്റ് പറ്റിയത് രണാസുനെ എടുത്തതാണ്. ഒന്ന് ഇറങ്ങിപ്പോ. പക്ഷെ രണാസുനയ്ക്ക് മനസ്സിലായി. രണാസുനെ വിചാരിച്ച് എനിക്ക് അംഗീകാരം തന്ന് കൊണ്ടുപോയെന്നാണ് വിചാരം. അല്ലല്ല, അവർക്ക് എന്നെ ഇതുപോലത്തെ ഒരു അബദ്ധം അവർക്ക് ജീവിതത്തിൽ പറ്റിയിട്ടില്ല എന്നുകൊണ്ട് നിങ്ങൾ നൈസായിട്ട് ഒഴിവാക്കിയത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലുമില്ല. അസൂയ കുശുമ്പ് മാത്രമേ ഉള്ളല്ലേ, ബുദ്ധി ഇല്ലല്ലേ. അപ്പോ ഇതാണ് സംഭവം. അപ്പോ എന്ത് ചെയ്യുന്നറിയാമോ, ഈ പറയുന്ന നല്ല രീതിയിൽ നമ്മുടെ അണ്ണാക്കി അടിച്ചു കൊടുക്കുന്ന മറുപടിയെ കൊടുക്കും. ഇതുവരെ എനിക്ക് തോന്നുന്നു പിന്നെ ചുമ്മാ ഇരുന്നു. ഇതിന് മുമ്പേ പല വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതൊന്നും പുറത്തു വന്നില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് പിന്നെ. അപ്പം ഈ ഒരു കുശുമ്പ്, അതായത് അനുമോളുടെ വിജയം എന്താണ്, അങ്ങോട്ട് സമ്മതിക്കാൻ വയ്യ, മനസ്സിലായോ? അങ്ങോട്ട് സമ്മതിക്കാൻ വയ്യ, അങ്ങോട്ട് അംഗീകരിക്കാൻ വയ്യ. ഇപ്പോഴും ദിവാസ്വപ്നം കണ്ടുകൊണ്ട് ഇപ്പോഴും ഞാൻ തന്നെയാണ് വിജയി എന്ന് വിചാരിച്ചു നടക്കുന്ന മരമണ്ടൻ ആണ് അനീഷ്. അനീഷ് മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അനീഷിന്റെ മറുപടിയും കൂടി, ചിലർ എല്ലാ മാസവും വീതം വെച്ച് കൊടുക്കുന്നതല്ലേ ആ റോബോട്ടിക് പിആറുകളും പെയ്ഡ് പിആറുകളും രക്ഷക്കെത്തട്ടെ. അയ്യോ പാവം കുഞ്ഞു വാവ, ഒരു പിആറും ഇല്ലായിരുന്നു. അയ്യോ കുഞ്ഞു വാവയ്ക്ക് ഒരു പിആറും ഇല്ലായിരുന്നു അല്ലേ. അയ്യോ ഒന്നും അറിഞ്ഞില്ല. എന്നെ ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട് എന്റെ പിആറുകൾ, മനസ്സിലായോ? ഇനി വിളിക്കാനുള്ള ആരും ഇല്ല, മനസ്സിലായോ? നിനക്ക് ഒരു പി ആർ നാണവും മാനവും ഇല്ലടേ. ഇത്ര എല്ലാവർക്കും അറിയാം നിനക്ക് പി ആർ ഉണ്ടെന്ന്. സകലമായ ആൾക്കാരും വിത്ത് പ്രൂഫ് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. നീ പറയുന്ന നിന്റെ ഗ്രൂപ്പിനകത്ത് നിന്റെ സഹോദരൻ ഉൾപ്പെടെ അനുമോൾക്കെതിരായിട്ടുള്ള ആഹ്വാനങ്ങളും തെറിവിളികളൊക്കെ നമ്മൾ ഉൾപ്പെടെ എടുത്ത് പ്രൂഫ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നിനക്ക് പി ആർ ഇല്ലല്ലേ? അയ്യോ. അടുത്തത് ആർക്കോ നന്നായി പൊള്ളുന്നുണ്ടല്ലോ. അയ്യോ വിയർത്ത് മേക്കപ്പ് ഒലിച്ചിറങ്ങിയാൽ. ഇതാണ് അനീഷ് കൊടുത്ത മറുപടി. ആർക്കാണ് പൊള്ളുന്നത്, ആർക്കാണ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിന്റെ ആ സ്റ്റോറിയിൽ മനസ്സിലാവുന്നുണ്ട്. ആർക്കാണ് അടുത്ത അനുമോള് നിൽക്കുമ്പോൾ ഉള്ള വിയർത്ത് ഇറങ്ങുന്നത്, പിന്നീട് തോൽവി സമ്മതിക്കാനുള്ള, ഞാൻ തോറ്റ് തൊപ്പിയിട്ടവനാണ് എന്ന് സമ്മതിക്കാനുള്ള ആ ഒരു വൈക്ലഭ്യം ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. ഒന്ന് മോനെ അനീഷ്, നീ 8 നിലയിൽ പൊട്ടിയവനാണ്. നിനക്ക് എങ്ങനെ ഓട്ടിയിട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ അവിടെ പറഞ്ഞ കള്ളങ്ങൾക്ക് ഒരു കയ്യും കണക്കും ഇല്ലാത്തവനാണ്. അനുമോള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റോ ശരിയോ ബാക്കികൾ, അത് അവൾ ഉറച്ചു നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്, മനസ്സിലായോ? അവൾ അതിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അതായത് ലാലേട്ടന്റെ ഫ്രണ്ടിൽ ചങ്കുറപ്പോടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഒറ്റ ചങ്കത്തിയാണ് അവൾ, മനസ്സിലായോ? അല്ലാതെ നിനക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ വരുമ്പോ ഒന്നും ഞാൻ അങ്ങനെ ലാലേട്ടന്റെ ഫ്രണ്ടിൽ ഇവരെ പച്ച കല്ല് വെച്ച നുണ വിളിച്ച് പറഞ്ഞവനാണ് നീ. അവസാനം ലാലേട്ടൻ ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോ അയ്യോ എനിക്ക് മറന്നുപോയില്ല ലേട്ടാ എന്ന് പറഞ്ഞവനാണ് നീ. പ്രസവാനന്തര അവധി വരെ ഈ ചോദ്യം അതുവരെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവനാണ് നീ നമ്പർ 1 സ്ത്രീവിരുദ്ധനാണ്. ആ സ്ത്രീവിരുദ്ധന് ഒരു സ്ത്രീയിൽ നിന്നുണ്ടാകുന്ന പരാജയം താങ്ങത്തില്ല, എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം, റിയാലിറ്റി ഇതാണ് മനുഷ്യരെ. അനീഷ്, നീ തോറ്റ് തൊപ്പിയിട്ടു എന്നുള്ളതാണ് റിയാലിറ്റി. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക കേട്ടോ. ആ കുശുമ്പ് കുന്നായ്മയൊക്കെ മാറ്റി. ഇനി കുശുമ്പ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാനാണ് ബിഗ് ബോസ് വിന്നർ എന്ന് സ്വയം രാത്രി സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല. ജനങ്ങൾ അംഗീകരിക്കണം. വോട്ട് വേണം, വോട്ട് 16 ലക്ഷം വോട്ട് വേണം. ആ 16 ലക്ഷം വോട്ടാണ് ഈ പറയുന്ന അനുമോൾക്ക് കിട്ടിയത് കേട്ടോ. എന്നു 3-4 ലക്ഷം കൂടുതൽ വോട്ടുണ്ട് എന്നു നീ ആദ്യം മനസ്സിലാക്കും. പലരും കാറ് വരെ വിറ്റ് ഈ പറയുന്ന പി ആറിന് കൊടുത്തുന്നൊക്കെയാണ് അറിവ്. ലാസ്റ്റ് മുഞ്ചിയേ പി ആർ എന്താണെന്നും പി ആറിന് എത്ര പരിധി ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ്, സാമാന്യ ബുദ്ധി നിനക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു, മനസ്സിലായോ? ഇനിയിപ്പോ അറിയാമല്ലോ, പലരും ബിഗ് ബോസിലോട്ട് പോകുന്നുണ്ട്, അറിയാം. ഇപ്പൊ നേരത്തെ അറിയാം ആരൊക്കെ ചെയ്യും. ഇവിടെ എന്തൊക്കെ നീയൊക്കെ എത്ര കോടികൾ മുടക്കിയാലും എത്ര കാർ വിറ്റ് കൊടുത്താലും ജനങ്ങൾ ഇഷ്ടപ്പെടണം, ജനങ്ങൾക്ക് തോന്നണം ഇത് കാണിക്കുന്നത് സത്യമാണല്ലേ, കറക്റ്റ് ആണ്, ഇവൾക്ക് വോട്ട് കൊടുക്കുന്നത് ജനങ്ങൾക്ക് തോന്നണം, എന്നാലേ ജയിക്കുള്ളൂ, മനസ്സിലായോ? അല്ലാതെ കാറ് വിറ്റിട്ടോ വീട് വിറ്റിട്ടോ കോടികൾ കൊടുത്തിട്ടോ നിങ്ങൾ ജയിക്കാൻ പോണില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാർക്ക് ഒക്കെ ഇതുപോലെ കോടികൾ കൊണ്ട് ഇറക്കിയാൽ മതി, നമുക്ക് ജയിച്ചു പോകുമായിരുന്നു.
10, 1000, 5000, ശരി പോട്ടെ, ഒരു 50,000 വോട്ട് നിനക്കൊക്കെ ഈ പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമെന്ന് കരുതിക്കോ. പൈസ കൊടുത്ത് ഒരു 50,000 വോട്ട് നിനക്കൊക്കെ വാങ്ങാൻ പറ്റും. ശരി പോട്ടെ, ഒരു 5 ലക്ഷം വോട്ട് വാങ്ങാൻ പറ്റുമെന്ന് കരുതിക്കോ. ഒരു 10-50 ലക്ഷം രൂപ എനിക്ക് ജയിച്ചാൽ മതി. എന്നാ പിടി ഒരു 25 ലക്ഷം, എനിക്ക് 5 ലക്ഷം വോട്ട്. എന്നാലും ചേട്ടാ 10-16 ലക്ഷം വോട്ട് വേണം. അതുകൊണ്ട് PR എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചിലപ്പോ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരാഴ്ച ഒന്ന് തള്ളി മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു 5000 വോട്ടിന്റെ കുറവ്, അപ്പോഴും വേണമെങ്കിൽ PR പൈസ 5000 വോട്ട് അത്രയും നടക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. നീ തൊപ്പിയിട്ട ഒരു മത്സരാർത്ഥിയാണെന്ന് മനസ്സിലാക്കുക അനീഷ. ഇനിയെങ്കിലും കുശുമ്പൊക്കെ മാറ്റി വെച്ചിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്കണേ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.